السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ജുമാ ഖുത്ബയുടെ ഭാഷ അത് അറബിയിലായിരിക്കണം. കാരണം അത് സാധാരണ ഒരു പ്രഭാഷണമല്ല, അത് സാധാരണ ഒരു പ്രസംഗമല്ല. അത് സാധാരണ ഒരു പ്രസംഗമായിരുന്നുവെങ്കിൽ അതിന് വുളൂ നിബന്ധനയാകുമായിരുന്നില്ല. ഹംദും സ്വലാത്തും തഖ്വ കൊണ്ടുള്ള വസിയത്തും രണ്ടാലൊരു ഖുത്ബയിൽ ആയത്തോതലും ഇതൊന്നും അനിവാര്യ ഘടകമായിരുന്നില്ല. പക്ഷേ ഖതീബിന് വുളൂ ഉണ്ടായിരിക്കണം, ഖുത്ബയിൽ ഹംദ് വേണം, സ്വലാത്ത് വേണം, തഖ്വ കൊണ്ടുള്ള വസിയത്ത് വേണം, രണ്ടാലൊരു ഖുത്ബയിൽ ആയത്തോതണം. ഇതൊക്കെ അനിവാര്യ ഘടകമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇത് സാധാരണ ഒരു പ്രസംഗമല്ല. സാധാരണ ഒരു പ്രസംഗത്തിന് വുളൂഇന്റെ ആവശ്യമില്ല, ഹംദ് വേണ്ട, സ്വലാത്തൊന്നും സാധാരണ പ്രഭാഷണത്തിന് വേണ്ട. അതുകൊണ്ട് തന്നെ ജുമാ ഖുത്ബ എന്നത് ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. എങ്ങനെയാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് കാണിച്ചു പഠിപ്പിച്ചു തന്നത് അതുപോലെ നമ്മൾ നിർവഹിക്കണം. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ജുമുഅ നിസ്കരിച്ച് കാണിച്ചു തന്നത് അറബിയിൽ ഖുത്ബ ഓതിയിട്ടാണ്. അതുകൊണ്ട് നമ്മളും അറബിയിൽ ഖുത്ബ ഓതി തന്നെ ജുമുഅ നിസ്കരിക്കണം. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. കാരണം ഇതൊരു ഇബാദത്താണ്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കണം. ഇവിടെയാണ് പുത്തൻവാദികൾ പല ന്യായവുമായി കടന്നു വരുന്നത്. ആളുകൾക്ക് തിരിയണ്ടേ, ശ്രോതാക്കളുടെ ഭാഷയാകണ്ടേ, അങ്ങനെ പല വിധത്തിലുള്ള കുരുട്ട് ന്യായങ്ങളുമായും ദുർവ്യാഖ്യാനങ്ങളുമായും ഇവിടെയുള്ള പുത്തൻവാദികൾ വരാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഖുത്ബയിൽ മാത്രമാണോ ഈ ന്യായം വേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വഹാബികൾ ബാങ്കു മലയാളത്തിലാക്കിക്കോട്ടെ, നിസ്കാരവും മലയാളത്തിലാക്കിക്കോട്ടെ. ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ നിന്ന് ഹയ്യ അലസ്സലാഹ് എന്നതിന് പകരം നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ആരും കേട്ടിട്ടില്ല. അവരങ്ങനെ പറയുന്നില്ല. അവർ ബാങ്ക് മലയാളത്തിലാക്കുന്നില്ല. അതും ജനങ്ങൾക്ക് തിരിയണ്ടേ. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അതും ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ. അപ്പോൾ ഒരു ഖുത്ബയുടെ ഭാഷയിൽ മാത്രം ഇങ്ങനെയുള്ള ചില കുരുട്ട് ന്യായങ്ങളുമായി ഇവിടെയുള്ള പുത്തൻവാദികൾ വരാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു സാധാരണ പ്രസംഗമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇക്കൂട്ടർ ഇങ്ങനെയുള്ള ന്യായങ്ങളുമായി കടന്നു വരുന്നത്. അത്തരക്കാരോടും എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ള ശ്രോതാക്കളോടും പറയാനുള്ളത് അത് സാധാരണ ഒരു പ്രഭാഷണമല്ല, അത് സാധാരണ ഒരു പ്രസംഗമല്ല, അതൊരു ഇബാദത്താണ്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കണം. അതും മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തു പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. ഇങ്ങനെ ശ്രോതാക്കളുടെ ഭാഷയിൽ ഖുത്ബ ഓതുന്നതിനുള്ള ഇവർക്കുള്ള മാതൃക അത് മുസ്തഫ കമാൽ പാഷയും അതുപോലെ കൊച്ചിയിലുണ്ടായിരുന്ന സേട്ടു അബ്ദുള്ള ഹാജിയൊക്കെയാണ് ഇവർക്കുള്ള മാതൃക. കൊച്ചിയിൽ അയാളുടെ പള്ളിയിൽ, പുതിയ പള്ളിയിൽ ഉറുദുവിൽ ഖുത്ബ നടത്തി. മുസ്തഫ കമാൽ പാഷ അദ്ദേഹത്തിന്റെ ഭരണ സമയത്ത് തുർക്കിയിൽ ജുമാ ഖുത്ബ നടത്തി. ഇങ്ങനെയുള്ള മുസ്തഫ കമാൽ പാഷയും ഹാജി അബ്ദുള്ള സേട്ടും ഒക്കെയാണ് ഇവിടെയുള്ള പുത്തൻവാദികൾക്ക് മലയാളത്തിൽ ശ്രോതാക്കളുടെ ഭാഷയിൽ ഖുത്ബ ഓതാനുള്ള ആധാരം. അതല്ലാതെ ഇവർക്ക് മുമ്പുള്ള 1300 കൊല്ലത്തെ സുന്ദരമായ പാരമ്പര്യം ഇവിടെ അറബിയിൽ ഖുത്ബ ഓതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയിലാണ് ഓതിയത്, സ്വഹാബത്തെ അറബിയിലാണ് ഓതിയത്, താബിഈങ്ങൾ അറബിയിലാണ് ഓതിയത്, തബോ താബിഈങ്ങൾ അറബിയിലാണ് ഓതിയത്. സ്വഹാബത്തും പല നാട്ടിലേക്കും ദീനി പ്രബോധനത്തിന് പോയിട്ടുണ്ട്. ആ നാട്ടിൽ പോയിട്ടും അവർ ഓതിയത് അറബിയിലാണ്. അതല്ലാതെ ശ്രോതാക്കളുടെ ഭാഷയിൽ അവരാരും ഓതിയിട്ടില്ല. അതുകൊണ്ട് ഇത് കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ജുമുഅ നിസ്കരിച്ച് കാണിച്ചു തന്നത് അറബിയിൽ ഖുത്ബ ഓതിയിട്ടാണ്. അതുപോലെ നമ്മളും അറബിയിൽ ഖുത്ബ ഓതണം. ഇനി അടുത്തത് സാമാജിക അവസരമാണ്. എല്ലാ മൗലവിമാർക്കും കൂടി കൊടുക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 1-2 ആളുകൾക്ക് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ബാങ്ക് മലയാളത്തിലാക്കുന്നില്ല, എന്തുകൊണ്ട് നിസ്കാരം മലയാളത്തിലാക്കുന്നില്ല, ആ പറഞ്ഞതിനോട് മുജാഹിദ് ബാലുശ്ശേരിക്ക് എന്തോ പ്രതികരിക്കാനുണ്ട്. നമുക്ക് അതൊന്ന് ആദ്യം കേട്ടു വെക്കാം. പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ?
നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണോ നിസ്കരിക്കുന്നത്? നിസ്കരിക്കുന്നവന്റെ തെക്കുവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം. അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. കേട്ടില്ലേ? ഇതോടുകൂടി മുജാഹിദിന്റെ മലയാള ഖുതുബക്ക് തീരുമാനമായി. അത് വെള്ളത്തിൽ വരച്ച വര പോലെയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിന് മലയാളം അറിയില്ലല്ലോ. അതുകൊണ്ട് മുജാഹിദ് പള്ളിയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും നടത്തുന്ന മലയാള ഖുതുബ അതുകൊണ്ട് ഒരു കാര്യമല്ല എന്ന് മനസ്സിലായി. കാരണം പടച്ചോనికి തിരിയൂലല്ലോ ഭാഷ എന്നാണ് ഇപ്പൊ മൗലവി തന്നെ സമ്മതിച്ചത്. പിന്നെ ഇപ്പറഞ്ഞ അള്ളാഹ് അത് മുസ്ലിമുകൾ വിശ്വസിക്കുന്ന അള്ളാഹു അല്ല. മുസ്ലിമുകൾ വിശ്വസിക്കുന്ന അള്ളാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനും സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനുമാണ്. ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ചല്ല ബാലുശ്ശേരിക്കാരൻ മൗലവി പറഞ്ഞത്. ഇത് വഹാബികളുടെ അള്ളയാണ്. വഹാബികളുടെ അള്ളാഹുവാണ്. കയ്യും കാലും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഊരയുള്ള ഇറങ്ങി വരുന്ന ഭാഗമുള്ള നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു പടച്ചോനുണ്ടല്ലോ, മുജാഹിദുകൾ വഹാബികൾ പരിചയപ്പെടുത്തുന്ന പടച്ചോന്, ആ പടച്ചോനെ കുറിച്ചാണ് ഈ വഹാബി മൗലവി പറഞ്ഞത്. അതല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ കുറിച്ചല്ല എന്ന് ശ്രോതാക്കൾ പ്രത്യേകമായി മനസ്സിലാക്കണം. ഇനി സാമാജിക അവസരമാണ്. ആദ്യം നമ്മൾ അവസരം കൊടുക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്നെയാണ്. മൂപ്പര് തുടങ്ങട്ടെ. മാഷാ അല്ലാഹ്, ഇങ്ങനെ ഓരോ നാട്ടിൽ ഓരോ പള്ളി വന്നു. മലയാളത്തിൽ ഓരോ പള്ളി വന്നുണ്ടാകുന്ന ഒരു ഖൈർ എന്താ അറിയങ്ങള്? അങ്ങാടി നിന്നൊക്കെയുള്ള നാടൻ മനുഷ്യന്മാരായിരിക്കും പള്ളിയിൽ വരിക. അവിടെ അറബി എന്നാ പറയണെങ്കിൽ ആ സാധു അവിടുന്ന് കേലയൊൽപ്പിച്ച് ഉറങ്ങും. അതെ, ഇപ്പൊ മുജാഹിദ് പള്ളി ഉണ്ടായ നേട്ടാണ് മൂപ്പര് പറഞ്ഞത്. അറബിയിലുള്ള ഖുതുബ ആയിരുന്നെങ്കിൽ ആ വരുന്ന ആളുകൾ അവിടെ കേലയും ഒലിപ്പിച്ച് ഉറങ്ങും എന്നാണ് ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഓർമ്മക്കുറവ് സംഭവിച്ചതാണ്. നമ്മൾ മൂപ്പരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, നമ്മൾ മുജാഹിദ് ബാലുശ്ശേരിനെ കുറ്റപ്പെടുത്തണില്ല. മൂപ്പർക്ക് ചെറിയൊരു ഓർമ്മക്കുറവ് സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ ഖുതുബയുടെ സമയത്ത് എവിടെയാണ് ഉറങ്ങുന്നതെന്നും അതിന്റെ വിഷയങ്ങളൊക്കെ നന്നായി ഈ ബാലുശ്ശേരിയുടെ തന്നെ സീനിയർ നേതാവായിരുന്ന ഒരു സക്കരിയ സ്വലാഹി എന്ന മൗലവി ഉണ്ടായിരുന്നു. മൂപ്പരത് വിശദമായി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം. ഇനി നിങ്ങൾ നോക്ക് ജുമഅന്റെ കാര്യം. ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തോർത്ത കൂലി, പശുവിന് അറുത്തോർത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുതുബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിലേക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ നാലാളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള് രണ്ടാള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുതുബ പകുതിയായി, ഖുതുബ രണ്ടാം കുത്തുബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരില്ല, ഇങ്ങനെ എട്ടിരിക്കും. ഇങ്ങനെ കേല മാത്രല്ല ഒലിപ്പിക്കണത്, കൂർക്കം വലി ഉണ്ട് എന്നപ്പോ സക്കരിയ സ്വലാഹി പറയണത്. ആ ജാതി ഉറക്കാണേ. പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവി ആചാരായാലും വേണ്ട ഞാൻ. അതെ, സക്കരിയ സ്വലാഹിയുടെ മുമ്പിൽ ഉറങ്ങാതെ ഏത് ആചാര്യായാലും വേണ്ടില്ല, മൗലവി ആയാലും വേണ്ടില്ല, മൂപ്പര് ഉണർത്തും. അപ്പൊ യഥാർത്ഥത്തിൽ മുജാഹിദ് പള്ളികളുടെ അവസ്ഥ ഇതാണ്. നേരത്തെ ബാലുശ്ശേരി ഒരു ഓർമ്മക്കുറവിൽ പറഞ്ഞതാണ്. അപ്പൊ ബാലുശ്ശേരി ബാക്കി പറയട്ടെ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയണം, ഉസ്താദേ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ പള്ളിയിലെത്തി. ഉസ്താദേ എന്തോ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി ഉസ്താദേ. ഒരിക്കലും മുജാഹിദ് പള്ളിയിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചല്ലോ ഉസ്താദേ. യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ പള്ളിയിലെത്തി. നോക്കുമ്പോൾ നിങ്ങളായിരുന്നു മിമ്പറിൽ. ഉസ്താദേ ആ ഖുതുബയാണ് എൻ്റെ ജീവിതത്തെ മുഴുവനും പരിവർത്തിപ്പിച്ച്. എത്ര മുജാഹിദുകൾക്ക് ഈ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അറിയങ്ങള്? അതെ, അപ്പൊ മലയാള ഖുതുബ നടത്തുന്ന മുജാഹിദ് പള്ളിയിൽ പോയ മുജാഹിദീങ്ങളെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്, വലിയ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ബാലുശ്ശേരിക്കാരൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂപ്പർക്ക് ചെറിയൊരു ഓർമ്മക്കുറവുണ്ട്. അതും സക്കരിയ സ്വലാഹി പറയാനുണ്ട്. അപ്പൊ നമുക്ക് സക്കരിയ സ്വലാഹി പറഞ്ഞതൊന്ന് കേൾക്കാം. കാണാൻ സാധിക്കും. ഇനി നിസ്കരിക്കാനാണ് നിന്നാലോ 35 കൊല്ലായി ഞാൻ ഈ പള്ളി നിസ്കരിക്കുന്ന നിൽക്കാരെ നോക്കണം. നിങ്ങൾ ഇങ്ങനെ വേപ്പിട്ട് നോക്കിയിട്ട് മൂരി മൂത്രം കുടിച്ചാൽ ഇങ്ങനെ കണ്ടില്ലേ മുജാഹിദിന്റെ അവസ്ഥയാണ് ഈ പറയണത്. 30-35 കൊല്ലൊക്കെ മുജാഹിദ് പള്ളിയിൽ പോയി, വഹാബി പള്ളിയിൽ പോയി മലയാള ഖുതുബ കേട്ട, മലയാള ഖുതുബ ശ്രവിച്ച ഒരു മുജാഹിദുകാരന്റെ അവസ്ഥയാണിത്. നിസ്കാരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പൊ പറയണത്. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണ്ടേ?
കാന യുത്രിഖു റഅസഹു, അല്ലാഹുവിന്റെ റസൂല് തല കുനിച്ചിട്ടാ നിൽക്കുക. ശരിക്ക് ലെവലായി നിന്നിട്ട് നട്ടല് നിവർത്തി നിന്നിട്ട് തല അല്പം കുനിച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കയ്യെട്ടലുണ്ട, കയ്യെട്ടിന് വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിനെ പോയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോന്ന് 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 അല്ലേ? എന്താ എത്ര ഗൗരവമുള്ള വിഷയ. നിസ്കരിക്കാൻ വന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഓരോ വലിയ കേന്ദ്രന്മാരും ISMമാരും ഒക്കെ ആയിരിക്കും, അവിടുത്തെ വലിയ നേതാക്കന്മാരെ. അതന്നെ പറയണത്, വലിയ നേതാക്കന്മാരും കുലണ്ടർമാരായിരിക്കും, പക്ഷെ നിസ്കരിക്കാൻ പോലും അറിയില്ല. എന്താ കണ്ടുക്കണ്? വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും മൗലവിമാര് മലയാളത്തിൽ ഹുതുബ നടത്തുന്നുണ്ട്, മലയാളത്തിൽ ജുമുഅ പ്രസംഗം നടത്തുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം കിട്ടണ്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മൗലവിങ്ങള്. പിന്നെ MSMമാരെ കാര്യം പറയാണ്ടോ? അത് തീരും പറയാനല്ലോ. ISMമാരെ കാര്യം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ MSMമാരെ കാര്യം പറയാണ്ടോ? വല്ലാത്ത കഷ്ടം. സാധാരണ ഇന്ന് മറ്റുള്ളവരെ പറ്റി ഇവിടെ വർത്താനേ ഇല്ല, നമ്മളെ പറ്റി എന്താ ഇന്ന് മറ്റുള്ളവരെ പറ്റി വർത്താനം ഇല്ല. ഇന്ന് മുജാഹിദിനെ പറ്റി മാത്രമേ വർത്താനുള്ളൂ. നോക്കണം നിങ്ങള്. അതുപോലെ റുക്കൂ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ തലയും ഊരയും ഒരേ ലെവലിലാകണമെന്ന്. ചിലർക്ക് ഊരവേദന ഉള്ളവർക്ക് നേരെ കുനിയാൻ കഴിയണ്ട, ചിലപ്പോ നടുവേദന ഉള്ളവർക്ക്, അവരെ പറ്റിയല്ല ഈ പറഞ്ഞ്. ശരിക്കും സാധിക്കുന്ന ആളുകൾ തന്നെ റുക്കൂ നേരെ ചെയ്യുന്നുണ്ടോ? ഇല്ല, റുക്കൂ ചെയ്യുന്നില്ല. അതുപോലെ നബി പറഞ്ഞു അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടുവായി ശൈത്താനിൽ നിന്നാണ്. ഫൈദാ തസാഅബ അഹദുകും ഫി സ്വലാത്തി ഫല്യക്ലിം മസ്സതാ, നിങ്ങൾക്ക് കോട്ടുവായി വന്നാൽ, നമസ്കാരത്തിൽ കോട്ടുവായി വന്നാൽ അവൻ കഴിയുന്നത്ര അമർത്തിക്കൊള്ളട്ടെ. വലാ യഅവി, അവൻ ഓരിയിടരുത്. നമ്മളാളുകള് അതുവരെ ഒരു കോട്ട നിസ്കരിക്കാൻ ഇങ്ങനെ ഓരിയിടുക. ഇതാണിപ്പോ മുജാഹിദീങ്ങളെ അവസ്ഥ. എല്ലാ വെള്ളിയാഴ്ചയും മലയാളത്തിലുള്ള പ്രസംഗം കേൾക്കുന്ന മുജാഹിദിന്റെ അവസ്ഥയാണിത്. ഇനിയും പറയാനുണ്ട് കേട്ടോ, ബാലുശ്ശേരിക്കാരൻ പറയട്ടെ. ആളുകളാണ് ഭൂരിപക്ഷം പള്ളിയിലെങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞെന്താ, അറബി പറയാൻ പാടില്ല. അത് പുതിയൊരു അറിവാണല്ലോ. മലയാളം പറയുന്നവരാണ് ഭൂരിപക്ഷം പള്ളിയിലുള്ളതെങ്കിൽ റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുള്ളത് അറബിയിൽ പറയാൻ പാടില്ല എന്നാണ്. അത് പുതിയൊരു അറിവാണ് കേട്ടോ. നമുക്ക് ബാക്കിയും കൂടി കേട്ടോക്കാം. ഖുർആൻ വായിക്കാത്തോണ്ട് കൗമിനെ മനസ്സിലായില്ല. ഉസ്താദുമാര് വായിച്ചിട്ടില്ല. ഉസ്താദുമാര് ഖുർആൻ വായിച്ചിട്ടില്ലല്ലോ. ഉസ്താദുമാര് മുസഹഫനെ കണ്ടിട്ടില്ല എന്നും കൂടി പറഞ്ഞോളി. ഇനി അതും കൂടി ബാക്കി വെക്കണ്ട, അതും കൂടിയാ പറഞ്ഞോളി. എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ തെളിച്ചു പറയുന്ന ആളാ. നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല മൗലവി, നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇത്രയും പൊട്ടത്തരം വിഡ്ഢിത്തരം ഒരു ഉളുപ്പില്ലാതെ വന്നിരുന്ന് പറയുമ്പോൾ ലേശം ഒരു സഹതാപം നിങ്ങളോടുണ്ട്, അല്ലാണ്ട് നിങ്ങളോടൊരു ദേഷ്യമല്ല. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 4-ാമത്തെ വചനം എന്താ നിങ്ങള്? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും ഫയുളില്ലാഹു മയ്യശാ വയഹ്ദീ മയ്യശാ. അല്ലാഹ് എന്താ പറയുന്നത് അറിയോ? ഞാൻ ഒരു നബീനെയും ലോകത്തേക്ക് അയച്ചിട്ടില്ല. ഒരു നബീനെ എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ, ആ നബി തമിഴ്നാട്ടിലാണ് തമിഴ് സംസാരിക്കുന്നവനായിട്ടല്ലാതെ. അല്ലാഹ് പറയാ അങ്ങനെ അല്ലാഹ് പറഞ്ഞിട്ടൊന്നുമില്ല. തമിഴ്നാട്ടിലേക്കാണെങ്കിൽ തമിഴ് സംസാരിക്കുന്നവനായിട്ടല്ല, അതൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തതാണ്. ബാക്കി പറയൂ. ആ നബി ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവനായിട്ടല്ലാതെ, അതും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ ഉണ്ടായത്? മുജാഹിദ് ബാലുശ്ശേരി ഇപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? റഹ്മാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബ അവിടെ ഭൂരിഭാഗം ആളുകളും മലയാളികളാണെങ്കിൽ അറബിയിൽ നിർവഹിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് റഹ്മാനായ റബ്ബ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് ആയത്ത് ഓതിയത്. എന്നിട്ട് മൂപ്പരനെ അർത്ഥം വെച്ചത് എന്താ? ആ പറഞ്ഞ ആശയവും അല്ല. ജുമാ ഖുതുബയുമായി ബന്ധപ്പെട്ട് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഇത് പണ്ടൊരാള് നോ സ്മോക്കിംഗ് എന്ന് പറയും, മുണ്ടി പോകരുതെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിലൊക്കെ ഇതിനെ പെടുത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ ഇവരോടൊക്കെ അവസ്ഥ. അപ്പോ ബാലുശ്ശേരിക്കുള്ള അവസരം നമ്മൾ കഴിഞ്ഞു. ഇനി ജിന്ന് സൈദ്ധാന്തികനായ ഫൈസൽ മൗലവി ഉണ്ട്. മൂപ്പർക്ക് ഒരു 9 സെക്കൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു 9 സെക്കൻഡ്. അറബിയുള്ള ജുമായിൽ 50 കൊല്ലം പങ്കെടുത്താലും ഖതീബിന് പോലും പ്രത്യേകിച്ച് ഒരു ബോധനമായി സ്വയം ശ്രദ്ധിക്കുന്നില്ല. എന്താ ഈ പറഞ്ഞതെന്ന് ഖതീബിനും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. എന്താ ഈ പറഞ്ഞത് എന്ന് ഖതീബിനും അറിയില്ല, അവിടെ ഇരിക്കണവർക്കും അറിയില്ല എന്നാണ് ഇപ്പൊ ഫൈസൽ മൗലവി പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നത് എന്ന്. എന്നാൽ എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ഒരു തരി പോലും ആദർശത്തോട് ഇവർക്ക് പ്രതിബദ്ധതയില്ല. ഒരു തരി പോലും ആദർശത്തോട് ഇവർക്ക് കൂറില്ല. അതിന് ഏറ്റവും വലിയ തെളിവും ഉദാഹരണവുമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ജുമാ ഖുതുബ. മദീനത്ത് നിന്ന് ഇമാമിനെ കൊണ്ടുവന്ന് അവിടെ ഖുതുബ നടത്തി. അവിടെ ഏത് ഭാഷയിലാണ് ഇമാമ് ഖുതുബ ഓതിയത്? അറബി ഭാഷയിൽ.
അപ്പൊ അറബി ഭാഷയിൽ ഖുത്ബ ഓതാൻ പാടില്ല എന്നും ആ ഓത്തുകൊണ്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് സ്റ്റേജുകളിലും പേജുകളിലും വളരെയധികം പ്രബോധനം നടത്തുന്ന ഈ കൂട്ട ആളുകള് ഇവിടെ കൊച്ചിയിൽ എന്താ കാട്ടിയത്? അവിടെ അറബിയിലല്ലേ ഇമാം ഖുത്ബ ഓതിയത്? ആ ഭാഗം നിങ്ങൾ കേട്ടോക്കി നോക്ക്. واسألوه الثبات عليها. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. أقول ما سمعتم وأستغفر الله فاستغفروه إن الله كان غفورا رحيما. ആ നോക്കിയങ്ങൾ ആ പാവ അണികൾ ഇരിക്കണ വഹാബി കുഞ്ഞാളുകൾ ഇരിക്കണ ഇരുത്തം നോക്കിയേ. അവരിങ്ങനെ വിചാരിക്കാണ്, പടച്ചോനെ അത് കുഞ്ഞീരായം കുടിക്കലാണല്ലോ പടച്ചോനെ ഈ ഞങ്ങളെ പെടുത്തിയത് എന്ന്. നേതാക്കന്മാരൊക്കെ വലിയ വായിൽ അറബിയിൽ അറബി ഖുത്ബയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പ്രസംഗിച്ച് എല്ലാം കേട്ട് നടന്ന കുഞ്ഞാടുകളായ പാവ അണികള് അവരിക്കണോക്കിയങ്ങള് ആ അറബി ഖുത്ബ നടക്കുന്ന സദസ്സിൽ വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇജാതി ചതി നിങ്ങൾ ഈ കുഞ്ഞാടുകളോട് എന്തിനാ കാട്ടിയത്? അത് വേണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു സംശയം തോന്നുന്നുണ്ടാവും, എന്താണ് ഇപ്പൊ ഇതിനുള്ളിലെ അവസ്ഥ? അറബിയിൽ ഖുത്ബ ഓതാൻ പാടില്ല എന്ന് പറയാ, അവിടെ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാ, ശ്രോതാക്കളെ ഭാഷയിൽ ഖുത്ബ ഓതണമെന്ന് പറയാ, എന്നിട്ടോ അറബിയെ കൊണ്ടുവന്നിട്ട് ഖുത്ബ ഓതിപ്പിക്കുക. വല്ല ഭൗതികമായ നേട്ടമെങ്കിലും ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും. ഞാൻ പറഞ്ഞാൽ ചിലപ്പോ അത് ശരിയാവില്ല. നല്ലത് ആര് പറയലാണ്? മൗലവി തന്നെ പറയലാണ്. നമ്മൾ കരുമ്പുലാക്കൽ ലത്തീഫ് മൗലവി ഉണ്ട്, മൂപ്പരത് നല്ല മട്ടത്തിന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ഇത് ഒരു പത്ര റിപ്പോർട്ടാണ്, ഒരു പത്ര റിപ്പോർട്ട്. മുജാഹിദ് പള്ളിയിൽ അറബി ഖുതുബ. ഇത് നടന്നത് എൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തിരൂരങ്ങാടി മുജാഹിദ് പള്ളിയിൽ ജുമുഅക്ക് അറബി ഖുതുബ നിർവഹിച്ചത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കുവോ? കാരണം ഇത്രയും കാലം ജുമാ ഖുതുബ അത് ശ്രോതാക്കളെ ഭാഷയിൽ വേണമെന്ന് പറഞ്ഞിട്ട് അറബി ഓതന പള്ളിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മുജാഹിദ് പള്ളിയിൽ തന്നെ അറബിയിൽ ഖുതുബ ഓതിയ പിന്നെ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമാകാതിരിക്കുവോ? എന്തെങ്കിലും പറയണത്? പെരുവള്ളൂർ സലഫി മസ്ജിദിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറബിയിലുള്ള ഖുതുബ നടന്നത്. ഗൾഫിൽ നിന്നെത്തിയ ഒരു മൗലവിയാണ് അറബിയിൽ ഖുതുബ നടത്തിയത്. നിസ്കാര ശേഷം KNM ഔദ്യോഗിക വിഭാഗം മണ്ഡലം സെക്രട്ടറി K. കുഞ്ഞാലൻകുട്ടി മദനി ഖുതുബയുടെ മലയാളത്തിലുള്ള വിവർത്തനവും നടത്തി. എറണാകുളം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരു അറബിയിൽ നിന്ന് കുറച്ചുകൂടി പണം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മുജാഹിദ് പള്ളിയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് അറബിയിലെ ഖുതുബ നിർവഹിപ്പിക്കുകയും ഖുതുബയും നമസ്കാരവും കഴിഞ്ഞ ശേഷം ഔദ്യോഗികമായിരിക്കുന്ന നേതാവ് തന്നെ എഴുന്നേറ്റുന്ന അതിന്റെ ട്രാൻസ്ലേഷൻ നിർവഹിക്കുകയും ചെയ്തു. നാട്ടിലുള്ള കാന്തപുരം സുന്നികൾ ഇറങ്ങി പറഞ്ഞു, ഇപ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അത് പിന്നെ ചോദിക്കൂലേ? അത് ശരി, നിങ്ങൾ അറബിയിൽ ഖുതുബ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അറബിയിൽ ഖുതുബ ഓതുക. ഇപ്പൊ ഏതായാലും ഒരു കാര്യം മനസ്സിലായി, അറബിയുടെ കയ്യിൽ നിന്ന് നല്ല ക്യാഷ് കിട്ടാനാണ് ഈ ഒപ്പിച്ചത് എന്ന്. ഇത് തന്നെയാണ് ഞങ്ങളും പറയണത്. നിങ്ങൾക്ക് ആദർശത്തോട് ഒരു തരി പോലും പ്രതിബദ്ധതയില്ല. നിങ്ങൾ ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയണതല്ലേ. ഏതായാലും ജനങ്ങൾ മൊത്തം വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യങ്ങളോട് പറയാനുള്ളത്, ഇനി എങ്ങാനും നിങ്ങൾ ശ്രോതാക്കൾക്ക് തിരിയണ്ടേ എന്ന കുരുട്ട് ന്യായവുമായി ഇനി വരരുത്. വന്നാൽ മുണ്ടിയ പൊറാട്ടയാണ്.